ഓക്കെ, അത് നമ്മളുടെ ഫെമിനിച്ചി പാത്തു ആണ്. ഫെമിനിച്ചി പാത്തുവിനൊരു കയ്യടി നമുക്ക് കൊടുക്കാമല്ലോ. എന്ത് പറയുന്നു? തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. യെസ്, ഫെമിനിച്ചി പാത്തു എന്ന് പറയുന്ന സിനിമയിലെ നടി എന്താണ്, ഷംല ഹംസ. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഒരു അവാർഡ്, മികച്ച നടിയുടെ അവാർഡ് കിട്ടി എന്ന് നമുക്കറിയുമ്പോൾ അത് ഒരു വലിയൊരു ഒരു തുടക്കമാണ് എന്ന് തന്നെയാണ് ഞാൻ പറയാം. അതിനെക്കുറിച്ച് പറയാൻ ഏറ്റവും മികച്ച രീതിയിൽ പറയാൻ സാധിക്കുന്ന ഒരാൾ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് അത് തന്നെ ഒന്ന് വായിച്ചങ്ങ് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെ ഉണ്ടാവും? നമ്മളെ ഷുക്കൂർ വക്കീൽ എഴുതിയൊരു പോസ്റ്റായിരുന്നു അത്. അതായിരിക്കില്ല നന്നാവുക. അപ്പോൾ ആൾ ഫേസ്ബുക്കിൽ എഴുതിയൊരു സാധനമാണ്. ഞാൻ ആളോട് അനുവാദമൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്ന സംഭവം ഞാൻ വായിച്ചപ്പോഴാണ് അത് വളരെ രസകരമായിട്ട് തോന്നി. അപ്പോൾ അതൊന്ന് നമുക്ക് വായിച്ചേക്കാം. ഓക്കെ, ഫെമിനിച്ചി പാത്തുവിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ മുസ്ലിം സമുദായത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും, എന്നാൽ അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഈ മതത്തിൻ്റെ ആ കെട്ടുപാടുകൾക്കുള്ളിൽ പെട്ടുപോയിക്കൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളും ലീഗലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ അത് മതത്തിൽ അത് അനുവദിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ മാത്രം തടഞ്ഞിടപ്പെടുന്ന ഒരവസ്ഥ. അതിപ്പോൾ ഒന്ന് ചിരിക്കാൻ പറ്റുന്നത് പോയിട്ട്, അല്ലെങ്കിൽ ഒന്ന് സൗകര്യപൂർവ്വം പുറത്തു പോയി പഠിക്കുക എന്ന് പറയുന്നത് പോയിട്ട്, ഇതൊന്നും നടക്കാത്ത ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇന്നിപ്പോൾ സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഇതുപോലെ സിനിമയിൽ അഭിനയിക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് വരുന്നു, അവർക്ക് അവാർഡ് ലഭിക്കുന്ന കാലഘട്ടത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ മാറ്റമാണ്. അത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അത് എടുത്തു പറയേണ്ട ഒരു മാറ്റമാണെന്ന് തന്നെയാണ് പറയാം. ഇവിടെയാണ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ലിറ്റ്മസ് നടന്നപ്പോൾ, നമ്മളുടെ ട്രിവാൻഡ്രത്ത് വെച്ച ലിറ്റ്മസിൽ അനിൽകുമാർ, ഇടതുപക്ഷത്തിൻ്റെ ആളൊരു പ്രസംഗം നടത്തുന്ന വേളയിൽ ഒരു കാര്യം പറഞ്ഞു. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ ഇതേപോലെ ഹിജാബ് വലിച്ചെറിഞ്ഞതൊക്കെ അവരുടെ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ വിവാദമായി. അപ്പോൾ ഹിജാബ് വലിച്ചെറിയുക എന്ന് പറയുമ്പോൾ അതെന്തോ നല്ല സാധനമാണെന്ന് പുള്ളി അങ്ങ് സമ്മതിച്ച് അറിയാതെ പറഞ്ഞു പോയതാണ്. പക്ഷേ പിന്നീടാണ് അതിൻ്റെ അമളി മനസ്സിലാവുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്നൊക്കെ പറയേണ്ടി വന്നു. മറ്റ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ അയാളെ ഡിസോൺ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ വന്നു. അപ്പോൾ ഹിജാബ് എന്ന് പറയുന്നത് ഒരു വസ്ത്രമാണെന്നുള്ള രീതിയിൽ അവിടെ വീണ്ടും സ്ഥാപിക്കാനുള്ളൊരു അവസരമാക്കിയിട്ട് അതിനെ മാറ്റുകയാണ് ചെയ്തത്. പക്ഷേ അനിൽകുമാർ അറിയാതെ പറഞ്ഞു പോയി, കാരണം അങ്ങനെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു സംഗതി ഒന്ന് വായിച്ചളയാം. ഷുക്കൂർ വക്കീൽ എഴുതുന്ന ഒരു പോസ്റ്റാണ്. എന്ത് രസമായിട്ടാണ് കാലം കണക്ക് തീർക്കുന്നത്. ഞാൻ ആദ്യമായി കാണുന്ന സിനിമ ബാബുമോൻ ആണ്. സ്കൂളിൽ ഏതോ പരിപാടിയുടെ ഭാഗമായി അധ്യാപകർ സ്കൂൾ ഹാളിൽ കാണിച്ച സിനിമ. അന്ന് ഭയങ്കര പാപബോധത്തോടെയാണ് വീട്ടിലേക്ക് പോയതും കിടന്നുറങ്ങിയതും. വാസ്തവത്തിൽ അന്ന് ശരിക്കും ഉറക്കം വന്നിരുന്നില്ല. യു പി സ്കൂളിലെ ഒരു കുട്ടിയിലുണ്ടാക്കിയ പാപബോധം അത്ര ചെറുതായിരുന്നില്ല. ആ മഹാപാപം ചെയ്തതിന് പലവട്ടം പടച്ചവനോട് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങി. തമ്പുരാനെ നീ പൊറുക്കണമേ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി തിയേറ്ററിൽ പോയി സിനിമ കണ്ടത്. ജംബുലിംഗം. ബാബുമോൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, ജംബുലിംഗം കളറും. ഉമ്മയുടെ മൂത്ത ആങ്ങള ഷാഹുൽ ഹമീദ്, ഞങ്ങൾ ഇക്കാക്ക എന്ന് വിളിക്കാറ്. മൂപ്പർ ഒരു പരിഷ്കാരിയാണ്, അതിസുന്ദരൻ. മൂപ്പർ ഒരു ചെറിയ പെരുന്നാൾ ദിനം ഞങ്ങളെയും കൂട്ടി മൂപ്പരുടെ മഹീന്ദ്ര ജീപ്പിൽ ചെറുവത്തൂരിൽ നിന്നും കണ്ണൂർക്ക് വിട്ടു. അവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു. ബീച്ചിൽ പോയി പിന്നെ ഏതോ തിയേറ്ററിൽ വെച്ച് സിനിമയും കാണിച്ചു തന്നു. മഹാ അത്ഭുതമായിരുന്നു സിനിമ. മൂപ്പർ ആ വിവരം വീട്ടിൽ അറിയിക്കേണ്ടെന്ന് ചട്ടം കെട്ടി. എന്തോ ബാബുമോൻ കണ്ടപ്പോൾ ഉണ്ടായ അത്ര പാപബോധം 2ാം വട്ടം ഉണ്ടായില്ല. പിന്നെ വർഷം 2 കഴിഞ്ഞു. പയ്യന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നതിന് ശേഷമാണ് സിനിമ ഹരമായത്. ശോഭയും സുമംഗലിയും മാറി മാറി സിനിമ കണ്ടു. അന്നാണ് സർവകലാശാല കണ്ട് ലാൽ ഫാനായത്. 1985 നിന്നും 2025 മുസ്ലിം സമുദായം എത്ര ദൂരം നടന്നു. സിനിമയ്ക്ക് പോകുന്നതും കാണുന്നതും, എന്തിന് സിനിമയ്ക്ക് പോകാൻ വാഹനത്തിൽ കയറ്റുന്നത് പോലും കൊടും പാതകമായി കണ്ടിരുന്ന സമുദായം നിരന്തരം അതിനെ ഹറാമാക്കി. രാപ്രസംഗങ്ങളിൽ, വെള്ളിയാഴ്ച ഖുതുബകളിലൊക്കെ സിനിമയ്ക്കെതിരെ അതിശക്തമായ പ്രചരണമായിരുന്നു നാളിതുവരെ നടന്നത്. ഇപ്പോഴും അതിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇന്നലെ ആ സമുദായത്തിലെ പുതിയ തലമുറയിലെ സ്ത്രീ മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കി. സിനിമയിലെ മുസ്ലിം സമുദായത്തിനകത്തെ യാത്ര അത്ര എളുപ്പമുള്ളതായിരുന്നില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതീവ ദുഷ്കരം തന്നെയാണ്. നിലമ്പൂർ ആയിഷയും സീനത്തുമൊക്കെ വഴിവെട്ടിയവരാണ്. അവരോടൊക്കെ കടുത്ത അമർഷം നിരന്തരം രേഖപ്പെടുത്തിയിരുന്നു. മതത്തെ ആധുനിക സമൂഹം എങ്ങനെയാണ് പരിഷ്കരിക്കുന്നതെന്ന് നിരന്തരം നിശബ്ദ പോരാട്ടത്തിലൂടെ തെളിയിക്കുകയാണ് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ. പണ്ഡിത ഫത്വകൾ നിരന്തരം പുറപ്പെടുവിക്കുമ്പോഴും സ്റ്റേജുകളിലും
വേദികളിലും സദസ്സുകളിലും മത മുതലാളിമാർ അവർക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും മറകെട്ടി തിരിക്കുകയും ചെയ്യുമ്പോഴും അതൊക്കെ പാടെ അവഗണിച്ച് അവർ അവരുടെ സർഗാത്മകതയിൽ ആഘോഷിക്കുകയാണ്. പണ്ഡിത വേഷത്തെ നോക്കി ഉള്ളാലച്ചിരിക്കുകയാണ്. കാലം എന്ത് ഭംഗിയിലാണ് ചരിത്രത്തെ രൂപപ്പെടുത്തുന്നത്. ഷംല അത്രമേൽ അടയാളപ്പെടുത്തണം. അഭിനന്ദനങ്ങൾ. ഷുക്കൂർ വക്കീൽ എഴുതിയിരിക്കുന്ന ഒരു വളരെ എന്താണ് ഒരു ഓർമ്മകളിലേക്ക് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ ആ യാഥാർത്ഥ്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മികച്ച ഒരു പോസ്റ്റ്. വളരെ നന്ദി ഷുക്കൂർ വക്കീൽ അത് എഴുതിയതിന്. അപ്പോൾ ഇതാണ് നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഒരു കാര്യം. ഇവിടെ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. സാധാരണ ഇവിടെ ചില ഈ വോക്ക് നാസികൾ പറയുന്നൊരു സംഗതിയുണ്ട്. അതായത് മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന ഈ ഒരു റിഫോർമേഷൻ എന്ന് പറയുന്നത് അത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായാൽ തനിയെ ഉണ്ടാകുന്നൊരു സാധനമാണ് എന്നാണ് അവരുടെ ഒരു പുതിയ കണ്ടുപിടുത്തം. അതുകൊണ്ട് മതവിമർശനമൊന്നും ആവശ്യമില്ല എന്നാണ് അവർ പറയാറുള്ളത്. ഈ ഒരു സംഗതിയും ഇപ്പോൾ നടന്ന ഈ വിഷയവും ഇതിനോട് കാണുന്ന പ്രതികരണവും പിന്നെ ഷുക്കൂർ വക്കീൽ എഴുതിയ ആ ഒരു ചരിത്രവും പിന്നെ ഈ ഒരു വോക്ക് നാസികളുടെ അഭിപ്രായമൊക്കെ ചേർത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ എന്താണ് പിങ്ക് യൂണിക്കോൺ അതിൽ പറയാനുള്ളത്? എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അപ്പം ഇത് എക്സ്പെക്റ്റഡ് തന്നെയായിരുന്നു. ഇവർക്ക് അവാർഡ് കിട്ടി, പക്ഷെ എല്ലാ സ്ഥലത്തും ഭയങ്കര നിശബ്ദത അല്ലെ. അല്ലെങ്കിൽ ഒരു 2ാം ക്ലാസ്സിൽ ഒരു ഹിജാബി ആയിട്ടുള്ള ഒരു കുട്ടി ഫസ്റ്റ് അടിച്ചാൽ പോലും അതിന്റെ ഫോട്ടോ എല്ലാ സ്ഥലത്തും ഇട്ടത് കണ്ടില്ലേ. മാത്രമല്ല ഇതിന്റെ ഇപ്പൊ ജസ്റ്റ് ആണല്ലോ മറ്റേ പള്ളുതുരുത്തിയിലെ ഹിജാബ് ഇഷ്യൂ ഒക്കെ ഉണ്ടായത്. അപ്പൊ അതും ഇതും ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു ചാൻസ് ഉണ്ടായിരുന്നു, അവർക്ക് പറയാമായിരുന്നു അല്ലെ. കണ്ടില്ലേ ഹിജാബിട്ട പെണ്ണിന് ഹിജാബിട്ട മികച്ച നടി എന്നൊക്കെ പറഞ്ഞ സാധ്യതകൾ എന്തൊക്കെയായിരുന്നു, പക്ഷെ അതൊന്നും കണ്ടില്ല അല്ലെ. അപ്പം അതെന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിം സമുദായം അവര് അഫ്ലുവന്റ് അല്ലാത്തത് കൊണ്ടാണോ? അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണോ? അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ? അതുകൊണ്ടൊന്നല്ല. അത് അവരുടെ ഉള്ളിലുള്ള മതം ഈ കുട്ടിക്ക് അവാർഡ് അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് അവാർഡ് കിട്ടുമ്പോൾ അത് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു മെന്റാലിറ്റി ഇല്ല. കാരണം അത് സ്റ്റിൽ അതൊരു തെറ്റാണ് എന്ന് തന്നെയാണ് അവര് വിശ്വസിക്കുന്നത്. ഇവരിങ്ങനെ അഭിനയിക്കുന്നതും അവർ ഹിജാബി ആയിട്ട് തന്നെയാണെന്ന് തോന്നുന്നു. സിനിമയിലും അവര് ഹിജാബ് ഇട്ടിട്ടുണ്ട്, അതാണ് ഏറ്റവും വിറ്റ്. ഓക്കെ, എന്നിട്ട് പോലും അതിനൊന്ന് അംഗീകരിക്കാനും അവർക്ക് പറ്റുന്നില്ല. പിന്നെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ സിനിമയുടെ പ്ലോട്ട് ശരിക്കും പ്രോഗ്രസീവ് ആണ്. അത് നോക്കി ഞാൻ കണ്ടിരുന്നു സിനിമ. കണ്ടിട്ടില്ല, ഞാൻ ഇവിടെ കാണാനുള്ള അവസരമല്ല എനിക്ക്. പക്ഷെ ഇതിന്റെ പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്പോയിലർ ആവുമെന്നറിയില്ല. എനിവേ ഇതൊരു യാഥാസ്ഥിക നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിത് ഇവിടെ ഓൺലൈനിൽ ഒരു പ്രദർശനം നടത്താനുള്ള വല്ല അനുവാദം കിട്ടുമെന്ന് കൂടെ. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു ലൈവായിട്ട് ഒരു വാച്ച് പാർട്ടി ചെയ്യാവുന്ന ഒരു സാധനമാണ്. അതെ. അപ്പൊ ഈ ഫെമിനിച്ചി പാത്തുവിന്റെ ഹസ്ബൻഡ് അവര് വളരെ ഒരു ഉസ്താദ് മോഡൽ. ഓക്കെ, അപ്പൊ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെ അവരുടെ ഉള്ളിലുള്ള ഫെമിനിസ്റ്റിനെ കണ്ടെത്തുന്നതാണ്. അതാണ് ഈ സിനിമയുടെ തീം. അപ്പം ഈ ഇസ്ലാമിസ്റ്റ് സർക്കിളിൽ നിന്ന് വരുന്നത് ഓക്കെ, ഹിജാബി ആയ സ്ത്രീക്ക് കൊടുത്തു, ഓക്കെ ഫൈൻ, പക്ഷെ നിങ്ങൾ ശരിക്കും ആന്റി ഇസ്ലാം ആയിട്ടുള്ള ഒരു മൂവിക്കാണ് ഈ അവാർഡ് കൊടുത്തത്. അപ്പം അതാണ് പ്രശ്നം. അപ്പം ഇതിൽ അങ്ങനെ പലതരത്തിലുള്ള വിറ്റുകളുണ്ട്. അപ്പം ഒരു സൈഡിൽ നിങ്ങൾ പറയും കമ്മ്യൂണിസ്റ്റുകാര് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷംലയ്ക്ക് അവാർഡ് കൊടുത്തു. പക്ഷെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹിജാബി ആയിട്ടുള്ള വനിത ചെയ്യുന്ന മോശം തൊഴിലിനാണ് നിങ്ങൾക്ക് അവാർഡ് കൊടുത്തത്. അപ്പൊ ഇങ്ങനെ പ്രീണനാവുക. മാത്രമല്ല ആന്റൈ റിലീജിയൻ ആയിട്ടുള്ള സിനിമയ്ക്കാണ് അവാർഡ് കൊടുത്തത്. അപ്പൊ അതെങ്ങനെ പ്രീണനാവും? അപ്പൊ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കി, പ്രീണിപ്പിക്കണ്ടോ ഇല്ലേ മനസ്സിലാവണില്ല ശരിക്കും. അപ്പൊ ഇതൊക്കെയാണ് മീൻസ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പ്രോഗ്രസീവ് സൊസൈറ്റി ഇംപ്രൂവ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രോഗ്രസീവ് ആവുമെന്ന് പറയുന്ന വോക്ക് നാസികൾ അപ്പൊ എന്തുകൊണ്ട് ഇവർക്ക് സപ്പോർട്ട് വരുന്നില്ല അല്ലെ? അതാ നമുക്ക് ചോദിച്ചൂടെ. അതെ, അവരിതിൽ പറയുന്നില്ല എന്ന് മാത്രമല്ല, ആ വാദം പൊളിയുന്നത് തന്നെയാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവര് ഫൈറ്റ് ചെയ്യുന്നത് സിനിമയിലൂടെയും ഈ പറയുന്ന മതവിമർശനം തന്നെയാണ് അവർ നടത്തുന്നത്. അതെ, ഈ സിനിമയുടെ പ്ലോട്ട് തന്നെ മതവിമർശനം. അതെ. അപ്പോ അതാണ് അതിലെ ട്വിസ്റ്റ്. അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു മതവൽക്കരണം, അത് നമ്മളിപ്പോൾ ഇന്ത്യ മൊത്തം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാമൂഹികമായിട്ടുള്ള ഇൻഡെക്സുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്ന കേരളം നമ്പർ 1 എന്ന് പറയുന്ന ഈ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു. സംഘടനകൾ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട്, SDP ഇതിൻ്റെയൊക്കെ ഒറിജിൻ ഈ കേരളത്തിൽ നിന്നാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടന്നത് കേരളത്തിൽ നിന്നാണെന്ന് പറയുന്നത്. ഇങ്ങനെ എവിടെ നോക്കിയാലും നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ തീവ്രത നിലനിൽക്കുന്നതിനുള്ള കൃത്യമായ കാരണങ്ങൾ ഇവിടെ ഉണ്ട്, അതിനുള്ള എക്സിബിറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ
നിങ്ങൾ സാമൂഹികമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു എന്നതുകൊണ്ട് ഈ സാധനം ഇല്ലാതെയാവുന്നില്ല. അത് കൂടുതൽ ഇവിടെ വളരാനും അതിന് കൂടുതൽ ഫണ്ട് ലഭിക്കാനും അത് കൂടുതൽ എഡ്യൂക്കേറ്റീവ് പ്രോഗ്രാംസിലൂടെ അത് കൂടുതൽ പ്രചരിപ്പിക്കാനുള്ള വഴിയായിട്ടാണ് അത് അവസാനം കറങ്ങി തിരിഞ്ഞു വരുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ഇവർക്കിത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് ഇവിടുത്തെ ഒരു വലിയ പൊതുസമൂഹം ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയോ അതല്ലെങ്കിൽ അവിടെ അവർ സെക്യുലറായിട്ടും ഡെമോക്രാറ്റിക്കായിട്ടും നിലനിന്നുകൊണ്ട് ഒരുക്കുന്ന ഒരു സോഷ്യൽ പ്രഷറുണ്ട്. ആ പ്രഷറിലാണ് സത്യത്തിൽ ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയുന്നത്. ഇതൊരു ഇസ്ലാമിക സമൂഹമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്കിത് ചെയ്യാൻ കഴിയില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു കാര്യം. ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു, ഇപ്പോൾ ഈ ചിത്രത്തിൽ അവരുടെ ആ തലമുടി ഇച്ചിരി കാണിക്കുന്നു, ഇങ്ങനെയാണ് ആ ഫോട്ടോ ഇട്ടിരിക്കുന്നത്. ഇത് മതി ഇറാനിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് ആസിഡ് വലിച്ചെറിയാനോ അല്ലെങ്കിൽ നിങ്ങൾ മഹ്സ അമീനിയുടെ തലമണ്ടയ്ക്ക് അടി കിട്ടിയത് കാണാനോ ഒക്കെ ഉള്ള ആ ഒരു അവസരമായിട്ടാണ് അത് മാറുക. അപ്പോൾ ഇങ്ങനെ പോയി ഇതുപോലെയൊക്കെ തട്ടിടുന്നത് ഓക്കെ എന്നുള്ള നിലയിലേക്ക് വരെ എത്തുന്നുണ്ടെങ്കിൽ ഇതാണ് ആ പുരോഗമനം പടിപടിയായിട്ട് സംഭവിക്കുകയാണ്. അപ്പോൾ അതിലൊരു പ്രധാന വഴി ഈ സിനിമകളിലൂടെ സംഭവിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇസ്ലാമിനെ ഊക്കുന്ന സിനിമകൾ കൂടി ഇവിടെ വന്നു കഴിഞ്ഞത് തീരും. അപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു റിഫോമാറ്റീവ് ആയിട്ടുള്ള ഈ ഇസ്ലാമിനെ നവീകരിക്കുക എന്നുള്ള റിഫോമേഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, മുസ്ലിങ്ങളെ നവീകരിക്കുക എന്നുള്ളതാണ്. അവരിലേക്ക് കൂടുതൽ ബോധം ഉണ്ടാക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന സിനിമകളും ഇവിടെ സ്വീകരിക്കപ്പെടും. ട്രാൻസ് സ്വീകരിക്കപ്പെട്ട പോലെ, നിർമാല്യം സ്വീകരിക്കപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ പല സിനിമകൾ അതിന് ശേഷം വന്നിട്ടുള്ളത് എങ്ങനെയാണോ സമൂഹം സ്വീകരിച്ചിട്ടുള്ളത് അതേപോലെ ഇസ്ലാമിനെയും വിമർശിക്കുന്ന സിനിമകൾ ഇവിടെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മതത്തിൻ്റെ അടിത്തറ അവിടെ തകരും. അപ്പോൾ സിനിമകളിലേക്കും വാർത്തകളിലേക്കും പത്രങ്ങളിലേക്കൊക്കെ ഈ തരത്തിലുള്ള മതത്തിൻ്റെ പൊള്ളത്തരം എടുത്തു പറയുന്ന തലത്തിലേക്ക് സമൂഹം വളരണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ആ ഊർജ്ജം, അതിനുള്ള ധൈര്യം അത് കൊടുക്കുന്നത് ഈ സോഷ്യൽ മീഡിയയും ഈ പറയുന്ന ഇൻ്റർനെറ്റും തന്നെയാണ്. അങ്ങനെയാണ് ഇൻ്റർനെറ്റ് ഇസ്ലാമിൻ്റെ കഥ കഴിക്കുന്നത്. ഇതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഏതായാലും ഈ ഒരു സംഭവം ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഒരു രൂപത്തിൽ നമ്മളിത് പറയുമ്പോൾ ഇതിനോടുള്ള പ്രതികരണങ്ങൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, പ്രതികരണം ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രതികരണം. ഇവിടെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ പണ്ട് കർണാടക ഹിജാബ് വിവാദം ഉണ്ടായി ഉടനെയാണ് ആ കുട്ടിക്ക് എന്തോ സമ്മാനം കിട്ടി. ഏത് +2 പരീക്ഷയിൽ എന്തോ സെക്കൻഡ് റാങ്കോ ഫസ്റ്റ് റാങ്കോ അങ്ങോട്ട് കിട്ടി. അപ്പോൾ ഇവിടെ അവരുടെ തലക്കെട്ട് എന്തായിരുന്നു, ഹിജാബ് ഇട്ട പെൺകുട്ടിക്ക് റാങ്ക് കിട്ടിയെന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം മറ്റൊരു വാർത്ത വന്നു, ഒരു കുട്ടി ഇതേപോലെ 10ാം ക്ലാസ്സിൽ തോറ്റതിന് മരിച്ചു. ഓക്കെ, അപ്പം ഞാനപ്പോൾ അവിടെ ഒരു ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആത്മഹത്യ ചെയ്തപ്പോൾ ഞാൻ അവിടെ ഹിജാബ് ഇട്ട പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ്. അപ്പോൾ അത് പറയാൻ പാടില്ല എന്ന്, ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നിടത്ത് മാത്രമേ ഹിജാബിൻ്റെ കാര്യം നമ്മൾ മിണ്ടാൻ പാടുള്ളൂ. അതായത് ഇസ്ലാമിന് അനുകൂലമാകുന്ന അല്ലെങ്കിൽ അവരുടെ മതത്തിന് ഏതെങ്കിലും വിധേന ഒരു പോപ്പുലാരിറ്റി കിട്ടുന്ന സംഗതികൾ, അതിൽ മാത്രമേ ഹിജാബിനെ കുറിച്ച് നമ്മൾ മിണ്ടാൻ പാടുള്ളൂ. അപ്പോൾ ഹിജാബിട്ട കുട്ടിക്ക് 1ാം റാങ്ക് കിട്ടിയാൽ അത് നമുക്ക് പറയാം. ഹിജാബിട്ട പെൺകുട്ടി ഇവിടെ നോബൽ സമ്മാനം കിട്ടിയാൽ അത് നമുക്ക് പറയാം. പക്ഷേ ഹിജാബിട്ട പെൺകുട്ടി പരീക്ഷയിൽ തോറ്റാൽ അത് നമ്മൾ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. ഹിജാബിട്ട പെൺകുട്ടിക്ക് സിനിമയിൽ മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയാൽ അത് നമ്മൾ പറയില്ല. കാരണം അത് ഹറാമാണല്ലോ, അങ്ങനെ പറയാൻ പാടില്ല. ഹിജാബ് ഇടുക എന്നുള്ളതിന് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ഹറാമാണ്. അതാണ് പ്രശ്നം. ഇനി ഈ പറയുന്ന ഒരു പ്രിവിലേജ് അത് ഈ സ്ത്രീകൾക്ക് മാത്രമല്ലേ ഉള്ളൂ. ഈ പറയുന്ന പ്രശ്നം, ഈ പ്രിവിലേജ് അപ്പോഴും അവിടെ പുരുഷനല്ലേ. മമ്മൂട്ടിക്ക് ഇതേപോലെ അവാർഡ് കിട്ടി. അപ്പം മമ്മൂട്ടി മുസ്ലിം ആയിരിക്കെ സിനിമയിൽ അഭിനയിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അത് നമ്മുടെ ഇക്കയാണെന്നല്ലേ പറയാം. ആ ഇക്ക എന്ത് സാധനം സിനിമയിൽ ചെയ്താലും അത് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയല്ലേ പറയാം. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പണ്ട് മമ്മൂട്ടിക്ക് മെസ്സേജ് അയച്ചതാണ്. പണ്ട് മമ്മൂട്ടി സിനിമയിൽ കള്ളു കുടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നൊക്കെ കണ്ടിട്ട് ഞാൻ മമ്മൂട്ടിക്ക് മെസ്സേജ് അയച്ചു. അയ്യോ, ആ മെസ്സേജൊക്കെ ചിലപ്പോൾ ഇവിടെ കിടപ്പുണ്ടാവും. ഓക്കെ, ഇതാണ് അതെ. അപ്പോൾ പിന്നെ മമ്മൂട്ടിയുടെ ഒരു ഇതൊക്കെ മാനേജ് ചെയ്യുന്ന ഒരാളുണ്ട്, എന്തോ ഒരു റോബർട്ടോ കുര്യാക്കോസോ അങ്ങനെ എന്തോ ഒരാളുണ്ട്. ഇപ്പൊ മെസ്സേജ് കാണുന്നില്ലല്ലോ. മെസ്സേജ് അല്ല. അപ്പോൾ പുള്ളിക്ക് ഞാൻ അയച്ചു ഒരു കോപ്പി. ഇനി മമ്മൂട്ടി എങ്ങാനും കാണാതെ പോയാലോ എന്ന് വിചാരിച്ചു. അതെ, റോബർട്ട് കുര്യാക്കോസ് അത് തന്നെയുള്ള പേര്. അത് ഇതിലുണ്ടെന്ന് തോന്നുന്നു. യെസ്. അല്ല, അത് ഞാൻ അയച്ചത് വേറൊരു സാധനം. അത് 2013 അയച്ചിരിക്കുന്നത്. ഇതേ കാലഘട്ടത്തിലാണ് മമ്മൂട്ടിക്ക് ഞാൻ അയച്ചത്, 2013-12. ഇത് നമ്മളുടെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കാൻ വേണ്ടി അയച്ചതാണ്. പോട്ടെ. അപ്പോൾ എന്തായാലും മമ്മൂട്ടിക്ക് അന്ന് അയച്ച മെസ്സേജ് ഇതാണ്. ഇപ്പം മെസ്സേജ് കാണുന്നില്ല, മീൻസ് ആ ഓപ്ഷൻ കാണുന്നില്ല. അല്ലെങ്കിൽ അതിലിതാണ് പറയുന്നത്, നിങ്ങൾ ഒരുപാട് ആളുകൾ വാച്ച് ചെയ്യപ്പെടുന്ന ഒരു മികച്ച നടനാണ്. മോർ ഓവർ യു ആർ എ മുസ്ലിം.
അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ സിനിമകളിൽ ഈ കള്ള് കുടിക്കുന്നത് കാണിക്കരുത്, സിഗരറ്റ് വലിക്കുന്നത് കാണിക്കരുത്. കാരണം അതൊരു ഒന്നാമത് അത് ഹറാമല്ലേ, ആരോഗ്യത്തിനും കേടാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നത് കുറേ ആളുകൾക്ക് അത് ഇൻഫ്ലുവൻസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യില്ല എന്ന് പറഞ്ഞൂടെ എന്ന് ചോദിച്ചിട്ട്. മീൻസ് ഇപ്പോൾ സിനിമാ നടന്മാരൊക്കെ അല്ല, ഈ ക്രിക്കറ്റ് കളിക്കാരൊക്കെ ചെയ്യാറുണ്ടല്ലോ, പെൺകുട്ടി മറ്റേ മുന്നിലേക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി വന്ന ഉടനെ തല താഴ്ത്തി നിൽക്കും, കൈ തന്നാൽ കൈ വാങ്ങില്ല. ഓക്കെ, പിന്നെ ജേഴ്സിയിൽ ഇപ്പോൾ വല്ല കള്ളിൻ്റെ പരസ്യം വല്ലതും ഉണ്ടെങ്കിൽ അത് അവിടെ ഒട്ടിക്കില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊക്കെ എന്നിട്ട് വലിയ സംഭവമായിട്ടാണല്ലോ നമ്മൾ കാണാറുള്ളത്. അപ്പം അന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ ഇത് കള്ള് കുടിക്കില്ല, സിനിമയിൽ എടുത്ത് പറയാം, ഞാൻ സ്മോക്ക് ചെയ്യില്ല, ഞാൻ കള്ള് കുടിക്കില്ല എന്ന് പറയണം എന്നുള്ള രീതിയിൽ ഒരു സാധനം നടന്നില്ല, അത് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു, പക്ഷേ മമ്മൂട്ടിക്ക് കിട്ടുന്ന ഒരു മുസ്ലിമായിരിക്കെ കിട്ടുന്ന ആ ഒരു പ്രിവിലേജ് ഒരു മുസ്ലിമായിട്ടുള്ള സ്ത്രീക്ക് ഈ സിനിമകളിൽ കിട്ടുന്നുണ്ടോ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. മമ്മൂട്ടിയെ ആഘോഷിക്കുന്നവർ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ, ഈ പറയുന്ന ഈ നടിയെ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൻ്റെ പിന്നിൽ അവരുടെ സിനിമയെ കുറിച്ച് ഒരു വാക്കെങ്കിലും പറയുന്നത് നമ്മൾ കാണുന്നുണ്ടോ? എന്നാൽ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു മുസ്ലിം സ്ത്രീ പറഞ്ഞു, അതാണ് നമ്മൾ ഇനി കാണിക്കാൻ പോണത്. അങ്ങനെ ഒരു പറഞ്ഞൊരു മുസ്ലിം സ്ത്രീയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് എന്താണ്, വനിതാ ലീഗ് വൈസ് പ്രസിഡന്റ് ഷാഹിന നിയാസി. ഷാഹിന നിയാസി ഇത് പറഞ്ഞ എന്താണ്, ഷംല ഹംസയ്ക്കുള്ള പുരസ്കാരം മുസ്ലിം മൈനോറിറ്റിയെ സോപ്പിടാൻ വേണ്ടിയിട്ടാണെന്നാണ് പുള്ളിക്കാരി അത് പോസ്റ്റ് ചെയ്തത്. ടോക്കണിസം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഈ ടോക്കണിസം ഇതൊരു സാധനമായിട്ട് ഉയർത്തിക്കൊണ്ട് ഈ സാധനത്തെ മൊത്തത്തിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, ഇവരുടെ അവാർഡിനെ കൊച്ചാക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനകത്ത് ഇതിപ്പോൾ ഒരു എന്താണ് 12ാം ക്ലാസ്സിൽ 1ാം റാങ്ക് കിട്ടിയതായിരുന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ പറയോ, 1ാം റാങ്ക് കിട്ടിയത് മുസ്ലിങ്ങളെ സോപ്പിടാൻ വേണ്ടിയിട്ടാണെന്ന് ഇവർ പറയും? ഇല്ല. നോബൽ സമ്മാനമാണെന്നുണ്ടെങ്കിൽ അത് സമ്മാനം കൊടുത്തത് അത് ഇതിനാണെന്ന് പറയോ? ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ വല്ല വീരചക്രയോ വല്ല പത്മഭൂഷണോ ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുക, അപ്പോൾ ഇതേപോലെ പറയും? ഇല്ല. അപ്പോൾ ഇത് ഇവിടെ പറയുന്നു. അപ്പോൾ സിനിമ ആയതുകൊണ്ട് തന്നെ അതിൽ സ്ത്രീകൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ത്രീകൾ വരുമ്പോൾ, ഇങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രതികരണമാണ്. അപ്പോൾ ഇത് ഒന്ന് ആലോചിക്കൂ, ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നടത്തിയൊരു സിനിമ, അതിനകത്തുള്ള ഇതിവൃത്തം അതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു സ്ത്രീക്ക് അവാർഡ് കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കേണ്ടത് ആരാഘോഷിച്ചില്ലെങ്കിൽ അത് മുസ്ലിം സ്ത്രീകളാണ്. ഓക്കെ, മുസ്ലിം സ്ത്രീകളിൽ ആരാഘോഷിക്കണം? മുസ്ലിം ലീഗ്. അതെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെടുക്കുന്ന നിലപാട് എന്താണ്? ഇതാണ്. അപ്പോൾ ഇവരെടുത്ത ഈ നിലപാട് കൊണ്ട് സത്യത്തിൽ മുസ്ലിം സ്ത്രീക്കോ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഇതുപോലെയുള്ള ആ സമൂഹത്തിൽ മൊത്തത്തിനോ എന്തെങ്കിലും ഒരു ഗുണം ഇങ്ങനെ പറയുന്നതുകൊണ്ടുണ്ടോ? എന്താണ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതില് പറയേണ്ട വനിതാ ലീഗൊക്കെ കോമഡി അല്ലേ? അവര് ഒരു സ്ഥാനാർത്ഥിനെ പോലെ, ഒരു വനിതാ സ്ഥാനാർത്ഥിനെ പോലും അവര് നിർത്താൻ സമ്മതിക്കാത്ത ഒരു എന്താണ് അവരുടെ ടോക്കണിസത്തിനെ പറ്റി ഇവര് പറയുകയാണെങ്കിൽ ഞാൻ പറയാ, ഈ വനിതാ ലീഗ് മൊത്തത്തിലൊരു ടോക്കണാണ്. ഓക്കെ, അതിലൊരു അല്ലേ, അവർക്ക് ജസ്റ്റ് ഒരു വിങ് ഉണ്ട്. അവർക്ക് ഒരു സ്ഥാനവും കൊടുക്കൂല, അവർക്ക് ഒരു സ്ഥാനാർത്ഥിയുമാക്കാൻ സമ്മതിക്കില്ല. അപ്പം ടോക്കണിന് പോലും ഒരു ടോക്കൺ അല്ലാത്തൊരു പാർട്ടിയാണ് അവര്, അല്ലെ? അപ്പൊ വളരെ മോശം. വളരെ വനിതാ ലീഗിന്റെ ഒരു സമ്മേളനത്തിന്റെ പോസ്റ്റർ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഇട്ടിരുന്നു. വനിത എവിടെ വനിത? അത് മറ്റേ ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഇല്ല എന്ന് പറഞ്ഞ മാതിരി. അതെ അതെ അതെ, അങ്ങനെ ഒരു കോമഡി പാർട്ടിയാണ് അത്. ഓക്കെ, അപ്പൊ അവിടെ നിന്നിട്ടാണ് ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. പറഞ്ഞു ഞാൻ എപ്പോഴും കാണിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടീന്റെ വൈസ് പ്രസിഡന്റ് എനിക്ക് ഒട്ടും സർപ്രൈസ് ഇല്ല, അവരങ്ങനെയുള്ളൂ പറയുള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഈ മതത്തിലുള്ള സ്ത്രീകൾ തന്നെയാണ് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും മോഡറേറ്റ് ആവുക അല്ലെങ്കിൽ കുറച്ച് പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന മറ്റ് സ്ത്രീകളെ പിടിച്ചു വലിക്കുന്നത് ഇതിലുള്ള സ്ത്രീകളാണ് അതിൽ ഏറ്റവും മുൻപന്തിയായിട്ട് നിൽക്കുന്നത് എന്ന് ഞാൻ പറയുള്ളൂ. ഇവര് പൊളിറ്റിക്കൽ വേണമെങ്കിൽ അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു വാദത്തിന് വേണ്ടി വേണമെങ്കിൽ പറയാം. പക്ഷെ ശരിക്കും അതല്ല അവര് ചെയ്യുന്നത്. അവർക്കറിയാം ഇതൊരു തെറ്റായ മാർഗത്തിലൂടെയുള്ള ഒരു തൊഴിലാണ്. അതിലൊരു ഹിജാബി ആയിട്ടുള്ള ഇതിലൊക്കെ ഹിജാബി ആയിട്ടുള്ള വനിതകൾ വരുന്ന ഇവർക്ക് പിടിക്കൂല, അതന്നെ ഇവർക്ക് ഒരു ചൊറിച്ചിലുണ്ടാക്കും. ഈ കേസിൽ ഹിജാബി ആയിട്ടുള്ള ഒരു വനിത വരുമ്പം അതിന് പ്രൈഡിനെക്കാട്ടിയും അധികം അവർക്കൊരു ചൊറിച്ചിലാണ്. ഹിജാബി ആയിട്ട് വനിതയ്ക്ക് എന്താ അവിടെ കാര്യം, സിനിമയിൽ എന്താ കാര്യം, അങ്ങനെയാണ് അവര് ചിന്തിക്കുന്നത്. ഇത് വനിതാ ലീഗ് സമ്മേളനം അടിപൊളിയായിട്ടല്ലേ? അതിൽ വനിതയെ കണ്ടുപിടിക്കുന്നവർക്ക് ഒരു ഒട്ടകപ്പവൻ സമ്മാനം. അതാണ് ഈ പാർട്ടിന്റെ എവിടെ വനിത?
അപ്പം ഓക്കെ. ഇങ്ങനെയാണ് അവരുടെ പാർട്ടി വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സെറ്റപ്പിൽ എന്തെങ്കിലും ഒരു പ്രോമിനൻസിലേക്ക് ഇവർക്ക് വരണമെങ്കിൽ ഇവർക്ക് ഇതുമാതിരിയുള്ള പേട്രിയാർക്കൽ ആൻഡ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയാലേ ഉള്ളൂ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കിട്ടുള്ളൂ. അത്രേ ഞാൻ കാണുന്നുള്ളൂ. ചിലപ്പോൾ അവരത് വിശ്വസിക്കുന്നുണ്ടാവില്ലായിരിക്കാം, പക്ഷെ വളരെ മോശം തന്നെ. അപ്പോൾ ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇനി ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹിജാബ് എന്ന് പറയുന്ന സാധനം, അതാണല്ലോ നമ്മളിവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് മാറാറുള്ളത്. അതായത് നമ്മളുടെ അപ്പിക്കുപ്പായം. അപ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട്. നമ്മളിത് പറയുന്ന സമയത്ത് ആളുകൾക്കത് എത്രത്തോളം പിടിക്കുന്നു നമുക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഹിജാബ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എന്താണ് ഒരു വസ്ത്രമായിട്ട് നിലനിൽക്കുന്ന സാധനമല്ല. ഇത് വസ്ത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു സാധനമല്ല. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അവസരങ്ങളിലൂടെ അത് പോകണം. അതായത് നിങ്ങൾ ഹിജാബ് മര്യാദയ്ക്ക് ഇടുന്നില്ല അല്ലെങ്കിൽ ഹിജാബ് ഇടുന്നില്ല എന്ന് വരുന്നിടത്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും ഹിജാബ് സത്യത്തിൽ അത് ചോയ്സാണോ അത് വസ്ത്രമാണോ എന്നൊക്കെയുള്ള കാര്യം. ഹിജാബ് ഇട്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതെപ്പോഴും അത് ചോയ്സാണ്, അത് എന്താണ് വസ്ത്രമാണ്, വസ്ത്ര സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയും. ഒരു ലേശം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിയാലോ അത് പിന്നെ അവിടെ ആയി മാറുന്നത് ഈ പറയുന്ന സാധനമായിട്ടാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്, ഇസ്ലാമിക ഫെമിനിസ്റ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് മര്യാദയ്ക്ക് ഹിജാബ് ഇടുന്നില്ല എന്നതുവരെ ഹിജാബ് ചോയ്സാണ്, വസ്ത്ര സ്വാതന്ത്ര്യവുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഹിജാബ് മതചിഹ്നമാകും, മുസ്ലിം സ്ത്രീകളെ വേശ്യകളാക്കും, നിർബന്ധ തുണിയായി മാറും. ഇതാണ് ഹിജാബ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഒരേ സമയം വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളവും അതേസമയം തന്നെ മത അടയാളവുമായിട്ട് നിലനിൽക്കുന്ന ഒരു വേവ് നേച്ചർ പാർട്ടിക്കിൾ നേച്ചറും എന്നൊക്കെ പറയുന്ന മാതിരി കാണിക്കുന്ന ഒരു സാധനമാണ് ഈ ഹിജാബ് എന്ന് പറയുന്ന സാധനം. മനസ്സിലാകുന്നുണ്ടോ സുനിത? ഇപ്പോഴെങ്കിലും നന്നായി കൂടെ? ഇതാണ് നമ്മൾ ചോദിക്കണത്. ആ, ആൾക്കത് പിടിക്കണ്ട. ഇതിലെനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ആരിഫ്. ഒന്നാമതായിട്ട് ഇപ്പൊ ഹിജാബി ആയിട്ടുള്ള ഷംലയ്ക്ക് അവാർഡ് കിട്ടി. അപ്പം ചിലര് ചോദിക്കും നിങ്ങൾ ഹിജാബിനെ അപ്പിക്കുപ്പായം എന്നൊക്കെ വിളിക്കുന്നു. അപ്പൊ ആരിഫ് പോയോ? ഇല്ല, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്. ആ, ഞാൻ എവിടെയും പോയിട്ടില്ല. ഞാൻ പറയാൻ പോവരുത്. അപ്പം അതിൽ അവര് പറയും നിങ്ങൾ ഹിജാബിനെ അപ്പിക്കുപ്പായം എന്നൊക്കെ വിളിക്കുന്നു, എന്നിട്ട് അങ്ങനത്തെ ഒരു വേഷട്ട ഒരു നടിക്കാണല്ലോ അവാർഡ് കിട്ടിയത്, അപ്പൊ നിങ്ങൾ എങ്ങനെ അതിനെ അപ്ലോഡ് ചെയ്യുന്നു? അതിലെനിക്ക് പറയാനുള്ളത്, നമ്മൾ പറയുന്നത് ഹിജാബ് ഇട്ട എല്ലാവരും നാളെ ഹിജാബ് ഊരി അങ്ങോട്ട് നിരത്തിലേക്ക് നടക്കണം, അതല്ല നമ്മൾ പറയുന്നത്. ഹിജാബ് ഇടുന്നവര് അങ്ങനെ ഇടുന്നു, പക്ഷെ അവർക്ക് ഊരാൻ താല്പര്യമുള്ളവർക്ക് ഊരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. ഇൻഫാക്ട് നമ്മൾ പറയാ ഹിജാബികളായിട്ടുള്ള വനിതകൾ ഇതുമാതിരിയുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫീൽഡിലേക്കൊക്കെ മുന്നോട്ട് വരണം. അങ്ങനെയാണ് റിലീജിയനിൽ മോഡറേഷനും കറക്ഷനും ഉണ്ടാവുക. അപ്പൊ ഷംലയെ പോലുള്ള റിലീജിയസ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഇനിയും ഇതിലേക്ക് മുന്നോട്ടേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല ആരിഫ്, ഇതിലെന്താണ്? അതെ അതെ, അതന്നെയാണ് പറയാനുള്ളത്. നമ്മളപ്പോഴും പറയുന്നത് ഇവർ മുന്നോട്ട് വരുമ്പോൾ എല്ലാവരും ഹിജാബ് ഊരി നടക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ മറ്റൊരു വശം. എല്ലാവരും ഹിജാബ് ഊരട്ടെ ഇതല്ല പറയുന്നത്. ഒരു സ്ത്രീ ഹിജാബ് ഊരണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് അനുവദിക്കുന്ന തലത്തിലേക്ക് മുസ്ലിം സമൂഹം മാറണം. അത് നിലവിലില്ല. ഹിജാബ് എന്ന് പറയുന്നത് ഓരോ മുസ്ലിം വീടുകളിലും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു മതവസ്ത്രമാണ്, മതചിഹ്നമാണ്. അത് അങ്ങനെ നിലനിൽക്കുമ്പോൾ പുറത്ത് വന്നിട്ട് നിങ്ങളത് ഈ പറയുന്ന വസ്ത്ര സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുകയും അതോടൊപ്പം തന്നെ ഈ ഊരാൻ സ്വാതന്ത്ര്യമുള്ള ആളുകൾ ഇത് അണിഞ്ഞുകൊണ്ട് ഇതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ ഇത് കുഴപ്പം കൂടുതൽ സൃഷ്ടിക്കുന്നത് ഇത് ഊരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. അവർക്ക് ഇത് ഒരിക്കലും അവരുടെ തലേന്ന് നിന്ന് മാറില്ല. അപ്പോൾ ഇതൊരു തലേന്ന് ഇത് മാറ്റാത്തതിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇതിൻ്റെ ഒപ്പം വരുന്ന മറ്റു പല നിയമങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, ജോലിക്ക് പോകാൻ പാടില്ല, ഇങ്ങനെ പല പല നിയമങ്ങൾ ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. ഇതെല്ലാം അവർ ഏറ്റെടുക്കേണ്ടി വരികയാണ്. ഇതാണ് ഇതിൽ സംഭവിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉള്ളപ്പോൾ ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ, മുസ്ലിം സ്ത്രീകൾ, അതേപോലെ തന്നെ ഇതേപോലെ ഈ സുനിതയെ പോലെയൊക്കെയുള്ള ഈ ഇതിനെക്കുറിച്ചൊരു എക്കും പൊക്കും അറിയാത്ത ആളുകൾ വന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് ഈ അടിമത്തത്തിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവർക്ക് മനസ്സിലാക്കാൻ പോകുന്ന കാര്യം അതാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനിയെങ്കിലും സുനിത ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കൂ പ്ലീസ്. എനിക്കറിയാം. അപ്പൊ എനിക്കില്ല രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, സോറി ലാസ്റ്റ് കാര്യം നിർത്തത് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പം ഇത് രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഷംല ഞാൻ നോക്കായിരുന്നു ഇവര് മുന്നേ ചെയ്ത സിനിമകൾ. അപ്പൊ ഇവര് മുന്നേ ഒരു 10 വർഷം മുന്നേറ്റ് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിരുന്നു. അന്നും അവർ ഹിജാബ് ഇട്ടുകൊണ്ട് തന്നെയായിരുന്നു പങ്കെടുത്തിരുന്നത്. ഞാൻ കണ്ട റിയാലിറ്റി ഷോ എനിക്ക് ഓർമ്മയുള്ള ഒരു മിടുക്കി എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. നല്ല ഷോ ആയിരുന്നു അത്. അവർക്ക് കുറെ റൗണ്ട്
റൗണ്ടുകളിലൊന്നും നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റാത്തതിന് അവരുടെ ഹിജാബ് ഒരു കാരണമായിരുന്നു. ഈ ഫാഷൻ റൗണ്ടുകളിലൊക്കെ അവരുടെ മാർക്ക് കുറയുമായിരുന്നു. അപ്പൊ ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവരാകെ ഇതിന് മുന്നേ ചെയ്തൊരു സിനിമ, തെറ്റാണെങ്കിൽ തിരുത്ത, ഒരു 1001 നുണകൾ അങ്ങനെ ഒരു സിനിമ അവർ ചെയ്തിട്ടുണ്ട്. അതിലും അവർ ഹിജാബി തന്നെയാണ്, ആ കഥാപാത്ര ഹിജാബ് ധരിക്കുന്നുണ്ട്. അപ്പം ഇത്രയും കഴിവുള്ള ഒരു നടി, അവാർഡ് കിട്ടിയതുകൊണ്ട് ഞാൻ അനുമാനിക്കുകയാണ് അവർ വളരെ കഴിവുള്ള നടിയാണെന്നുള്ളത്. ഇത്രയും കഴിവുള്ള ഒരു നടിക്ക് അവര് ഹിജാബ് ഇട്ട് മാത്രം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് മാത്രമേ അവര് ചെയ്യുള്ളൂ. അത് വളരെ ലിമിറ്റിംഗ് അല്ലേ? അപ്പൊ ഞാൻ ഇനി നോക്കാൻ പോകുന്നത്, ഷംല ഇനി മുതൽ ഇത്രയും ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പുരസ്കാരം നേടിയതിനു ശേഷം ഷംല ഇനി മുതൽ എങ്ങനത്തെ റോളുകളാണ് ഞാൻ സ്വീകരിക്കാൻ പോകുന്നതെന്ന് ഞാൻ നോക്കാൻ പോകുന്നുണ്ട്. പിന്നെ അത് മാത്രല്ല, ഇവര് നാളെ ഒരു ഹിന്ദു കഥാപാത്രമായിട്ട് ഒരു പൊട്ടൊക്കെ തൊട്ട് ഒരു ചന്ദനക്കുറിയൊക്കെ ഉള്ള ഒരു റോളിൽ ഇവരെങ്ങാനും പൊളിക്കും. അപ്പൊ എവിടെ നിന്റെ ഹിജാബ്? അപ്പം മറ്റേ കമന്റ് വരും, വിറക് കൊള്ളി കമന്റ്സ് അത് വരും. അപ്പം അല്ലെങ്കിൽ ഇവർ ഹിജാബ് ഇട്ടുള്ള റോൾസ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പോയിന്റിനുള്ള ഒരു പ്രൂഫാണത്. അതായത് എന്ത്, ഇറ്റ്സ് ലിമിറ്റിംഗ്, ഇറ്റ്സ് ആൻ ഓപ്പറേഷൻ. അവരുടെ ചാൻസ് കുറയ്ക്കുന്നു അല്ലേ ആരിഫ്? അത് അവരെവിടെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു കേട്ടോ. അതായത് അവർക്ക് അങ്ങനെയുള്ള വേഷങ്ങൾ വരുമ്പോൾ ഈ ഐഡന്റിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന വേഷങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, ആലോചിക്കുന്നുള്ളൂ എന്ന രീതിയിൽ. അങ്ങനെ എവിടെയോ ഞാൻ വായിക്കുകയാണോ പറയാണോ കേട്ടിട്ടുണ്ട്. അത് അവർക്ക് ഇത്രയും കഴിവുണ്ട്, അത് അവർക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് സോ സാഡ്. അതാണ്. നൗ ഫ്ലിപ്പ് ദ കേസ്. ഈ പറയുന്ന ഇസ്ലാം ഉയർത്തി വെക്കേണ്ട ബാധ്യത അപ്പോൾ മുസ്ലിം സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ, മമ്മൂട്ടിക്കില്ലേ? മമ്മൂട്ടി അന്യ സ്ത്രീകളെ തൊടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉപമ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് തലയോട്ടിയിൽ ആണി അടിച്ച് കയറ്റുന്നതിന് തുല്യം, അല്ലെങ്കിൽ അതാണ് അതിനേക്കാളും നല്ലതെന്നും അങ്ങനെ കണ്ടാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് അന്യ സ്ത്രീയെ ഒരു പുരുഷൻ തൊടുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ തലയോട്ടിയിൽ ആണി അടിക്കുന്നതായിട്ടാണ് അത് കമ്പയർ ചെയ്യുന്നത്. അത്രമാത്രം ഒരു ശിക്ഷ അർഹിക്കുന്ന സാധനമായിട്ട്. അപ്പോ വാക്കുകൾ കണ്ടെടുക്കാണ് അല്ല, മമ്മൂട്ടി തന്നെ പറയുകയാണെങ്കിൽ അനുവാദമില്ല. അതെ, അനുവാദമില്ല. അതെ. അപ്പോൾ ഈ മമ്മൂട്ടി ഇതുപോലെ ഇങ്ങനെ സ്ത്രീകളെ തൊടുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, എന്തെല്ലാം പണികൾ ചെയ്യുന്നു, ഇതൊക്കെ അനുവദിക്കുന്ന കാര്യമാണ്. നിങ്ങൾ സിമുലേഷനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷേ എന്ത് തന്നെ ആയാലും തൊടുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. പല ഇതിലും നമ്മൾ ഡാൻസിലൊക്കെ കാണുന്നതാണ്. മറ്റേ മമ്മൂട്ടിയുടെ ഡാൻസ് ഉണ്ടല്ലോ, പള്ളയമ പിടിച്ചിട്ടൊക്കെ ആ സാധനമൊക്കെ, മറ്റേ പരിപാടിയൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്തൊക്കെ ആയാലും മ്യൂസിക് ഹറാമാണ്, ഈ പറയുന്ന പെണ്ണുങ്ങളെ തൊടൽ ഹറാമാണ്, എല്ലാം എങ്ങനെ നോക്കുകയാണെങ്കിലും. പിന്നെ പല രീതിയിൽ എന്താണ് മറ്റ് ഇപ്പോൾ ചില സിനിമയിൽ സ്വാമിയായിട്ടൊക്കെ വരുന്നു. സ്വാമി ഒന്ന് അവിടെ നിന്നേ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പൊ എന്ന് പറയുന്നത് CBI ഡയറിക്കുറിപ്പ്, അതാ പറഞ്ഞ സ്വാമി ഒന്ന് അവിടെ നിന്നേ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ മാതിരി. അപ്പൊ ആ രീതിയിൽ എല്ലാ തലത്തിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ മതം അത് ഇങ്ങനെ അനുവർത്തിച്ചു കൊള്ളണം എന്ന് പറയുന്ന ഒരു നിബന്ധന അതെന്തുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം വെക്കുന്നു? എന്തുകൊണ്ട് അത് മമ്മൂട്ടിക്കില്ല? എവിടെയെങ്കിലും മമ്മൂട്ടി തൊട്ടത് ശരിയായില്ല, അങ്ങനെ പിടിച്ചത് ശരിയായില്ല, പാട്ട് പാടിയത് ശരിയായില്ല, ഇതെവിടെയെങ്കിലും ആളുകൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ മതം താങ്ങിക്കൊണ്ട് താങ്ങേണ്ടി വരുന്നത് ഇതിൻ്റെ സംരക്ഷകരായി. അതായത് ഇത് സ്ത്രീകൾ ഇതിനകത്ത് ഇതുപോലെ നിലപാടുകളെടുത്താൽ മതം പൊളിയെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. പുരുഷനല്ലെങ്കിൽ ഈ സാധനം കൊണ്ട് നടക്കുന്നില്ല. പുരുഷന് ഇപ്പം ഞാനും ഒക്കെ പറയുന്ന മതം ഞാൻ വിടുമ്പോൾ എനിക്ക് നഷ്ടങ്ങളേ ഉള്ളൂ. എനിക്കിതിനകത്ത് നിൽക്കുമ്പോൾ എന്ത് തോന്നിയാസം ചെയ്യാം. ഇവർ പറയാനുണ്ട് 3 കെട്ടി 4 കെട്ടി എന്നൊക്കെ. സത്യത്തിൽ എനിക്ക് മതത്തിനകത്ത് നിന്നാൽ 4 കെട്ടാം, ഓക്കെ. പിന്നെ അതുകൂടാതെ എനിക്കിഷ്ടമുള്ളത്ര അടിമപ്പെണ്ണുങ്ങളെ വെക്കാം, ഇതൊക്കെ എനിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അടിമപ്പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യമാണ്. പക്ഷേ എന്താ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്? പണ്ട് കാലത്ത് ഇവിടുത്തെ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് വീട്ടിൽ പണിക്ക് വരുന്ന അന്യമതക്കാരായിട്ടുള്ള സ്ത്രീകളെ അവരെയാണ് ഇതേപോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമാണ്. ഇതെല്ലാം ഇവിടെ നടക്കുമ്പോൾ അതിനവർ വെക്കുന്ന കാരണം എന്താണ്? അത് നമുക്ക് അനുവദനീയമാണെന്നാണ് പറയുന്നത്. ഇതേപോലെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളുണ്ടായിരുന്നത്. ഇപ്പോൾ അത് പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. 2ാമത്തെ കല്യാണം രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഭാര്യയുടെ അനുവാദം വേണമെന്നുള്ളത്. ഏത് കോപ്പിലെ ഇടപാടാത്? ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ല. അതായത് ആദ്യ ഭാര്യയുടെ അനുവാദമോ ആദ്യ ഭാര്യയെ അറിയിക്കുക പോലും വേണം. ഇനി അതിന് നുണ പറയേണ്ടി വന്നാൽ അതുപോലും പറയാമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മളുടെ ദാവ ഗ്യാങ്ങുകൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന സാധനമാണ്. അതൊക്കെ വേണമെങ്കിൽ പിന്നീട് നിങ്ങൾ വേണമെങ്കിൽ പോയിരുന്ന് കേട്ടോ. മുഹമ്മദ് ഹിജാബ് ഇത് പച്ചയ്ക്ക് പറയുന്നതിൻ്റെ വീഡിയോ വൈറലാവുകയും അതിൻ്റെ പേരിൽ ഈ വെസ്റ്റേൺ സൊസൈറ്റീസിൽ അത് വലിയ ചർച്ചയായ ഒരു സംഭവമായിരുന്നു. നമ്മുടെ നാട്ടിലും അറിയാം, ഇതൊരു വലിയ ചർച്ചയാണ്. പിന്നെ മുത്തലാഖ് വിഷയം, ഏത് സാധനം എടുത്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇത് പറഞ്ഞു വന്നത്, ഇങ്ങനെ നിയമങ്ങൾ കൊണ്ട് ഇതേപോലെ മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇവിടെ ലിമിറ്റിംഗ് ആയി നിൽക്കുന്ന സംഗതികൾ അതെപ്പോഴും പൊക്കി വെക്കേണ്ടത് അത് സ്ത്രീകളുടെ മാത്രം ബാധ്യതയായിട്ട് മാറുന്നു. അത് ആ പ്രിവിലേജ്
ഇഷ്ടമുള്ള പോലെ മതം മാറ്റാനുള്ള പ്രിവിലേജ് അത് പുരുഷന് സ്വമേധയാ കിട്ടുന്നു. സ്ത്രീക്ക് അങ്ങനെ സ്വമേധയാ കിട്ടുന്നില്ല. അതിനി ആരെങ്കിലും വെച്ചു കൊടുത്താൽ തന്നെ അത് കോടതിയിൽ പോയിട്ട് വാങ്ങിക്കേണ്ട അവസ്ഥ. ഇപ്പോഴും ഈ സ്വത്തിൻ്റെ അവകാശത്തിൽ യൂണിഫോം സിവിൽ കോഡിലൊക്കെ ഇപ്പോഴും നമ്മൾ നേരിടുന്ന പ്രശ്നം അതാണ്. ഇതാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതൊക്കെ വല്ലതും അറിയോ എൻ്റെ പൊന്ന് സുനിത? ഇതൊന്നും അറിയാതെ കുറേ തലയിൽ തട്ടം വാരിയിട്ട് നടന്നാൽ ഇതെന്തൊരു പ്രഹസനമാണ് സുനി. ആ ശരി. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. എന്തായാലും വീഡിയോ എന്തെങ്കിലും വരും. ഏതായാലും സുനിത പണ്ട് തട്ടമിട്ട നാറിയെന്ന് വിളിച്ചതേ പുള്ളിക്കാരിക്ക് ഓർമ്മയുള്ളൂ. അതോട് കൂടിയിട്ട് പുള്ളിക്കാരി മറ്റേ ബഹിരാകാശത്ത് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കും പോയി. പിന്നെ അവസാനം മാപ്പൊക്കെ പറഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. ഇതാണ് അവരുടെ ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആള് അത്തരം കാര്യങ്ങളിലൊന്നും കൂടുതൽ ഡീപ്പായിട്ട് പറയില്ല. ഒരു ആശംസ ചിലപ്പോൾ പറയാം, അതിപ്പോൾ ആർക്ക് വേണേലും പറയാമെന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ റെലവൻസ്, ഈ ഷംലയ്ക്ക് ഇത് കിട്ടുമ്പോഴുള്ള ആ ഒരു അവാർഡിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത് ഇത്ര വലിയ മാനങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട്, ഇപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് എക്സ് മുസ്ലിം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു വാക്കല്ലേ ഉള്ളൂ. ഇവിടെ ഹിന്ദു ഫോബിയ എന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനോ ഫോബിയ എന്നോ ജൂതോ ഫോബിയ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. അപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് മാത്രം നിങ്ങൾ പറയും. ഇസ്ലാമിനെ വിമർശിച്ച ആകെ പ്രശ്നമാണ്. ഹിന്ദു മതത്തെ വിമർശിച്ച ഒരു കുഴപ്പമില്ലല്ലോ, ക്രിസ്ത്യാനിറ്റിയെ വിമർശിച്ച ഒരു കുഴപ്പമില്ലല്ലോ, ജൂതമതത്തെ വിമർശിച്ച ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇസ്ലാമിനെ വിമർശിച്ചാൽ മാത്രം എന്തിനാണ് ഇസ്ലാമോഫോബിയ? അത് കാരണം ഇസ്ലാമിന് അവിടെ ചില കൊമ്പുകളുണ്ട്, അതുകൊണ്ടാണ് പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി ഇവിടെ എന്തുകൊണ്ട് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ മതം വിടുമ്പോൾ ഫേസ് ചെയ്യേണ്ട പ്രശ്നവും അത് മുസ്ലിമിനാണ് കൂടുതൽ. അതുകൊണ്ടാണ് അതങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കാതെ, ഈ ഒരു ഒരു ട്രൈറ്റ് പിടികിട്ടാത്ത ആളുകൾ ഇവിടെ കിടന്നിട്ട് മെഴുകും. അതാണ് ഇവിടെ വോക്കനാച്ചികൾ പോലും ചെയ്യുന്നൊരു പണിയാണത്. അവർക്കിത് അറിയില്ല. മതത്തിനെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നത് അത്തരം ഒരു അബദ്ധധാരണയിൽ നിന്നാണ്, അവരുടെ തെറ്റിദ്ധാരണയിൽ നിന്നാണ് അതങ്ങനെ വരുന്നത്. യെസ്, ഇനിയൊരു 1-2 പോസ്റ്റുകളും കൂടി ഒന്ന് നമുക്ക് കാണാം ഈ ഹിജാബുമായി ബന്ധപ്പെട്ടിട്ട്. ഇതിൽ ഏറ്റവും അടുത്ത് ചർച്ചയായ ഒരു പോസ്റ്റാണിത്. കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു അല്ലേ? ഇത് നമ്മളുടെ സരിതല്ലോ, സരിൻ എന്താണ്, പേര് മറന്നല്ലോ. ഒരു ഡോക്ടറാണല്ലോ ഇവർ. അപ്പോൾ ഇവരോട് ചോദിക്കുന്നൊരു ചോദ്യമാണിത്. ഓക്കെ, ഇവർ യൂട്യൂബിലൊക്കെ വളരെ നല്ല പോസ്റ്റുകളൊക്കെ ഇട്ട് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ നടത്തുന്ന ഒരു ആളാണ്. നമ്മളെ എന്തോ ഒരു സരിനാണല്ലോ, പേര് മറന്നുപോയി. ഓക്കെ, എന്തോ ഒരു സരിൻ. അപ്പോഴും ആണുങ്ങളുടെ പേര് മാത്രമേ ഓർമ്മയുള്ളൂ, ഭർത്താവിൻ്റെ. മാപ്പാക്കണം. ആരെങ്കിലും ഒന്ന് പേര് പറഞ്ഞൊരു പ്ലീസ്, ഒന്ന് പേര് പറഞ്ഞൊരു. ഓക്കെ. അപ്പോൾ എന്തായാലും ഇവരുടെ ഈ പോസ്റ്റിൻ്റെ താഴെ ഇവരിങ്ങനെ ഒരു സൗമ്യ സരൻ, യെസ് അതാ സൗമ്യ സരൻ. ഈ സൗമ്യ സരൻ്റെ ഈ വേഷം കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? പച്ചയ്ക്ക് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. യെസ്, നല്ല ഭംഗിയുണ്ട് മീൻസ് ഇവരിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഇത് നോക്കിയല്ലല്ലോ നമ്മൾ ആ കാര്യം കേൾക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതല്ലേ. പിന്നെ വെൽ ഗ്രൂംഡായിട്ട് വരിക എന്നുള്ളത് അത് ഒരു സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. അത് ആ വ്യക്തിയുടെ ഒരു സംഗതിയും കൂടിയാണത്. അത് അവരുടെ ഫ്രീഡാണ്. നിങ്ങൾ പറയുന്ന ആ ഒരു പറയുന്ന വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതിയാണ്. പേര് കിട്ടി, താങ്ക് യു മൃദുല സൗമ്യ സരൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ആ സൗമ്യയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്, ആൾ ഇട്ടിരിക്കുന്ന വീഡിയോ വലിയ കാര്യമായ സംഭാഷണം നടക്കുന്ന ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന ആ ചോദ്യം എന്താണ്? ഡോക്ടർ ഒന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞു വെക്കുന്ന ആ സാധനം സത്യം പറഞ്ഞാൽ എനിക്ക് കാണുന്നില്ല, വളരെ ചെറുതാണ്. ഒന്നും വിചാരിക്കരുത്, നിങ്ങളൊരു ഡോക്ടറാണ്, ഞാൻ നിങ്ങളുടെ അധിക വീഡിയോകൾ സമയത്തിനനുസരിച്ച് കാണുന്നതാണ്. പക്ഷേ ഡോക്ടറിൻ്റെ ഡ്രസ്സ് പലപ്പോഴും ലജ്ജ തോന്നുന്നു, അതുകൊണ്ട് കമൻ്റ് എഴുതി ഡോക്ടർ സ്വീകരിക്കാം തള്ളാം എന്നാണ് പറയുന്നത്. അപ്പോൾ കമൻ്റ് എന്താണ്? ഈ പറയുന്ന വേഷം ആൾക്ക് പിടിച്ചിട്ടില്ല, ഇതാണ് പ്രശ്നം. എഴുതിയിരിക്കുന്നത് ഒരു സലീമാണ്. അപ്പോൾ ഇത് ഒരു സംഗതിയായിട്ട് ഇവിടെ വരുന്നു. അപ്പോൾ ഹിജാബ് ഒരു തരത്തിലും ഇടണ്ടാത്ത, ഇപ്പോൾ നമ്മൾ അപ്പിക്കുപ്പായിട്ട് ഞെളിഞ്ഞ് നടക്കുന്ന ആളുണ്ടല്ലോ, ഇവർക്ക് പോലും ബാധകമായിട്ടുള്ളൊരു ചോദ്യമാണിത്. ഓക്കെ, ഇപ്പോൾ സുനിത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇങ്ങനെ അപ്പിയർ ചെയ്തെന്ന് വിചാരിക്കുക, സുനിതയും കേൾക്കേണ്ടി വരും ഈ ചോദ്യം. ഇതാണ് അതിൻ്റെ കാര്യം. യെസ്, ഇത് ലജ്ജ തോന്നുന്നു എന്നാണ് പറയുന്നത് കാണുമ്പോൾ. സുനിതയുടെ വീഡിയോ കാണുമ്പോൾ അങ്ങനെ ഒരു വേഷം ഇട്ടു എന്നതിൻ്റെ പേരിൽ ലജ്ജ തോന്നുന്നു എന്നൊന്നും പൊന്നു കാക്കമാരെ പോയി പറഞ്ഞേക്കരുത്. പറഞ്ഞാണ്ടല്ലോ നല്ല ആട്ട് കേൾക്കും, ഏതുപോലെ ഇതേപോലെ. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും നിന്നേക്കരുത്. ഓക്കെ, ഞാനൊക്കെ ഇത് കേട്ടിട്ട് ദിവസങ്ങളോളം എനിക്ക് ഉറക്കം വന്നിട്ടില്ല. ഒന്നും ഇങ്ങനെ ഉറങ്ങിപ്പോകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇത് ഇപ്പം അതിങ്ങനെ നമ്മളുടെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ്, ഡീസെൻസിറ്റൈസേഷൻ. ഇങ്ങനെ ഇടയ്ക്ക് ഒരു സുഖമാണ്. അങ്ങനെയാണ് ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചത്. അതിങ്ങനെ കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഞെട്ടല് നമ്മളിങ്ങനെ ഒരു തവണയല്ലേ ഞെട്ടുള്ളൂ.
എപ്പോഴെപ്പോഴും ഞെട്ടൂലല്ലോ. അപ്പോൾ ഇപ്പോൾ അത് ശരി, ഇപ്പോൾ ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ജാതി ചോദ്യമായിട്ടൊന്നും സുനിതര അടിയിലേക്ക് പോയേക്കരുത്. ആട്ട് കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ആലോചിക്കുക, സൗമ്യ സരിൻ ഇങ്ങനെ ഒരു സംഗതി പറയുമ്പോൾ അതിൻ്റെ താഴെ പോയിട്ട് പറയേണ്ട കാര്യം എന്തുള്ളത്? കാരണം അവരൊന്നാമത് മുസ്ലിം അല്ല. അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള അനുവാദം അവരുടെ മതം അവർക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മതം എങ്ങനെയാണോ ഈ പറയുന്ന ഗാർബേജ് ബാഗിൽ അപ്പിക്കുപ്പായത്തിൽ പൊതിഞ്ഞ് നടക്കണം എന്ന് പറയുന്നത്, അതേപോലെ മറ്റൊരു നിയമം അവർക്കുള്ളത് എന്താണ്? അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കാമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വിളിക്കാറുള്ള ഈ എക്സ് മുസ്ലിം സ്ത്രീകൾ പല ആളുകളും വിളിച്ചിട്ട് അവർ ചിലർ ഹിന്ദു മതത്തിലേക്ക് പോയിട്ടുള്ള എക്സ് മുസ്ലിങ്ങളുണ്ട്. അവർ പറയുന്നൊരു കാരണം എന്താണ്? അവർക്ക് ഹിന്ദു മതം ഇഷ്ടപ്പെട്ടു, കാരണം ഇഷ്ടമുള്ള വേഷം ധരിക്കാം, പൊട്ട് കുത്തുന്നത് അവർക്ക് ഇഷ്ടമാണ്, പൊട്ട് കുത്താം. ഇതൊക്കെ കണ്ടിട്ട് അവർ ഹിന്ദു മതത്തിലേക്ക് പോയി എന്ന് പറയുന്ന എക്സ് മുസ്ലിം സ്ത്രീകളുണ്ട്. ഞാൻ അന്തം വിട്ടു പോയിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞ മറ്റൊരു ആണോ? ശരി. അല്ല, അവർ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, അതായത് ഈ ഹിന്ദു മതത്തിൽ ഈ ദൈവങ്ങളുടെ ആ ഒരു സങ്കല്പം എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ഹിന്ദു ദേവതകളുണ്ട്, സോറി ഈ സ്ത്രീ ദേവതകളുണ്ട്. അപ്പോൾ മറ്റു മതങ്ങളിലില്ല. മുസ്ലിം മതം, ഇസ്ലാമിൽ നമ്മൾ എവിടെയാണ് ഈ പറയുന്ന ഒരു ഹിന്ദു പ്രവാചക, ഒരു സ്ത്രീ പ്രവാചക ഉള്ളത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ കഥാപാത്രം എവിടെയുള്ളത്? ആ കൂടിയുള്ളത് ഒരു ആയിഷാനാണ് എപ്പോഴും പറയുക. അത് തന്നെ 9-ാം വയസ്സിൽ പൂശിയെന്നും പിന്നെ ഒരു ജമൽ യുദ്ധം നടത്തിയെന്നും പറയുന്നത് അല്ലാതെ വേറെ എന്താണ് അവിടെ എടുത്തു പറയാനുള്ള ഒരു സാധനമുള്ളത്? ഇതാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ ജാതി സാധനങ്ങളൊക്കെ കണ്ടിട്ട് മാറുന്ന വേളയിൽ അത് ഹിന്ദു മതത്തിലേക്ക് പോകുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ട് ആളുകളുടെ ഇടയിൽ. അപ്പോൾ പറയുന്നത്, ഇത് ഒരു തരത്തിലും അവരെ ബാധിക്കാത്തൊരു നിയമമായിരിക്കെ അവരുടെ വീഡിയോയുടെ, അവരുടെ ഫോട്ടോൻ്റെ താഴെ പോയിട്ടും ഇതേ മുസ്ലിങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്, പർദ്ദ ഇടണം, അല്ലെങ്കിൽ ലജ്ജ തോന്നുന്നുണ്ട്, നിങ്ങൾ ഒന്നും കൂടി വസ്ത്രം ഒന്ന് കൂട്ടണം. കൂട്ടി എവിടം വരെ കൂട്ടും? അത് നമ്മളുടെ ഈ അപ്പിക്കുപ്പായത്തിലെത്തിക്കും. ഇതാണ് അതിൻ്റെ കഥ. ഇതാണ് ഈ പറയുന്ന സൗദിയിലടക്കം പണ്ടുണ്ടായിരുന്നതാണ്. അവരൊക്കെ പിന്നീട് ആ നിയമം എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. ഇതൊരു കാര്യം. ഇനി ഇത് ഒരു സൗമ്യ സരിനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അങ്ങനെയുള്ളൊരു കഥാപാത്രത്തിലോ നിൽക്കുമോ? ഇല്ല. ഇവിടെ മറ്റൊരു ഫോട്ടോ ഇവിടെ കാണാം, നസ്രിയയുടെ ഫോട്ടോയുടെ താഴെ വന്നിട്ടുള്ള സാധനമാണ് ഈ കാണുന്നത്. ഒന്ന് വായിച്ചത് സാധനം ഇംഗ്ലീഷിലാണ്. കാണുന്നുണ്ടോ? ഇല്ല. ആന്റിയോ മുസ്ലിം, ഇത് സ്ഥിരം ആന്റിയോ മുസ്ലിം ആട്ടിട്ടുണ്ട് കേട്ടോ. ഇസ്ലാം ആണോ നീ? പിന്നെന്താണ്? പിന്നെ ബെനവലന്റ് സെക്സിസം. പിന്നെ ബെനവലന്റ് സെക്സിസം ഉണ്ട് കേട്ടോ. എന്താണത്? നസ്രിയ ഇത്തയെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നോർമൽ ഡ്രസ്സിങ്ങിലാണ്. ഇത് നമുക്ക് വേണ്ടത്താ. എങ്ങനെയുണ്ട്? നൈസായിട്ട്. നമുക്ക് വേണ്ട അങ്ങനെ സിനിമ പാട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ മാതിരി. പിന്നെ വേറൊരുത്തൻ ആരോ ആണെന്നാണ് വിചാരം. എല്ലാത്തിനും ഒരു സമയമുണ്ട്, അത് കഴിഞ്ഞാൽ പടച്ചോൻ ഒരു പിടി പിടിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞ് നടക്കുന്ന പേരിന് മുസ്ലിമായ നിന്നെ പോലുള്ളവൾമാരെ വിറകുകൊള്ളി. കമന്റ്. ഓക്കെ. അപ്പോ നമുക്ക് നസ്രിയന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ കറക്കി കുത്തി തുറന്നു നോക്കിയാൽ നമ്മളുടെ മറ്റേ ഈ ദുൽഖർ സൽമാനും ഭാര്യയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അതിൻ്റെ താഴെ ഇതേപോലത്തെ കമന്റ്സ് ആയിരുന്നു. എന്താണ് ദുൽഖർ, ഇങ്ങനെയൊക്കെ മതിയോ? ഒന്നുമില്ലെങ്കിൽ നല്ല അസൽ കാക്കാനായ ഏത് പെണ്ണിനെയൊക്കെ തോണ്ടിയും പിടിച്ചൊക്കെ നടക്കുന്ന മമ്മൂട്ടിയുടെ മകൻ, മമ്മൂട്ടിയുടെ മോനല്ലേ, മമ്മൂട്ടീനെ കണ്ട് പഠിച്ചൂടെ? ചെയ്യാമോ? മമ്മൂട്ടിയുടെ ഭാര്യ തലയിൽ ഇടാറൊന്നുമില്ല. നമ്മളവരെ ഫാമിലിയിലൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പണ്ട് നമ്മളുടെ വൈറ്റിലെ പള്ളിയിൽ പോകുമ്പോൾ ഇവരൊക്കെ അവിടെ വരും. ഭാര്യനെ കണ്ടിട്ടില്ല, പക്ഷെ 1-2 പരിപാടിക്കൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരൊന്നും അങ്ങനെ ഒരു സംഭവമില്ല. മതം അവരുടെ പേഴ്സണൽ ലൈഫിൽ മാത്രം വെച്ച് നടക്കുന്ന ആളുകളാണ്. അവിടെ വന്നിട്ടാണ് ചോദിക്കുന്നത്, ഒന്നില്ലെങ്കിൽ മമ്മൂട്ടിയുടെ മോനല്ലേ, ഭാര്യയുടെ തലയിൽ തട്ടിടാൻ പറഞ്ഞൂടെ എന്നാണ് ദുൽഖർ സൽമാൻ്റെ അടുത്തൊക്കെ വന്ന് ചോദിക്കുന്നത്. ദുൽഖർ സൽമാൻ ഒരു പട്ടിയെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ ചോദിക്കുന്ന ചോദ്യമാണിത്. അപ്പോൾ ഞാൻ പറയുന്നു, ഈ ഏത് തരം ഇങ്ങനെയുള്ള പൊതുവേദികളിലേക്കും മതം ആവശ്യത്തിനും അനാവശ്യത്തിനും ഇങ്ങനെ കുത്തിയിറക്കുന്ന പ്രവണത അത് ഏത് മതത്തിനുള്ളത്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അവിടെ അത് ഈ പേപ്പട്ടി മതത്തിനേ ഉള്ളൂ. അത് നമ്മൾ സമ്മതിച്ചാലേ പറ്റുള്ളൂ. അതല്ലാതെ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുകയെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് അതെങ്ങനെ സ്ഥാപിക്കാൻ കഴിയുക? അപ്പോൾ പിന്നെ ഇതിലിപ്പോൾ ഈ നസ്രിയയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം അവിടെ ശ്രദ്ധിച്ചോ? അതായത് മുസ്ലിം ആണത്രേ എന്നല്ലേ അതിനകത്ത് വരുന്ന ഒരു ചോദ്യം ആദ്യത്തെ. നീ ഒരു മുസ്ലിം അല്ല, അങ്ങനെ നീ മുസ്ലിമായ നീ എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന്. അപ്പോൾ എന്താ അപ്പോൾ അതിൻ്റെ അർത്ഥം? അതായത് തട്ടം ഇടുക എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ആവുക എന്നതിന് തുല്യമാണ്. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് നീ വെറും പേരിന് മുസ്ലിം ആണെന്ന്. പേരിന് മുസ്ലിം. അതിന് മുന്നേ ഒരു സാധനം വായിച്ചു. ആദ്യം വായിച്ച എന്തായിരുന്നു? അത് ഞാൻ കണ്ടില്ല. ഒരു സാധനം വായിച്ചല്ലോ. ആൺടിയോ മുസ്ലിം, ഇസ്ലാം ആണോ നീ? യെസ്, അതെ. അപ്പം എന്താണ് അതിൻ്റെ ഉത്തരം, അതിൻ്റെ അർത്ഥം? അപ്പം എന്താണ് ഈ വേഷം എന്ന് പറയുന്നത്? മുസ്ലിങ്ങളുടെ വേഷമാണ്.
അതെ. അപ്പോൾ അത് സുനിതയ്ക്ക് ബാധകമാണ് ആ സാധനം. അപ്പോൾ സുനിത ഇതിട്ടാൽ സുനിത മുസ്ലിമായി എന്നാണ് അതിൻ്റെ അർത്ഥം. സുനിത മുസ്ലിമാണെന്ന് സുനിത സമ്മതിക്കൂ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അതെ. ഇത് അതെ. മുസ്ലിങ്ങളുടെ മതചിഹ്നമാണ് എൻ്റെ പൊന്ന് സുനിത, അതാണ് കാര്യം. സുനിത ഇത് പറഞ്ഞു തരുമ്പോൾ നമ്മളെ കയറിയിട്ട് പോടാ മരപ്പെട്ടി. എന്ന് വിളിച്ചുകൊണ്ട് കാര്യം നടക്കുമോ? ഇല്ല. ഇത് ഉള്ള വാസ്തവമായിട്ട് നമുക്ക് പറയാൻ കഴിയണ്ട. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ സംഭവിക്കുന്നത്. ഇനി അടുത്തൊരു ചിത്രം ഇതാണ്. ഇത് നമ്മളുടെ ആര്യടൻ ഷൗക്കത്തും ഫാമിലിയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ. ആ ഫോട്ടോ വന്നപ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളാണ് ഈ കാണുന്നത്. ഇതെന്താണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? ആര്യടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് നമ്മളുടെ മറ്റേ ഈ പറയുന്ന ഒരു മികച്ച സാമാജികനായിട്ട് നിലനിൽക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. പുള്ളിയുടെ ഫാമിലിയിൽ ഈ പറയുന്ന ആളുകളൊന്നും തന്നെ തലയിൽ തട്ടം ഇടുന്നില്ല, കുട്ടികളാരും ഇട്ടിട്ടില്ല. അതിൻ്റെ താഴെ മുസ്ലിം സ്ത്രീകൾ എങ്ങനെയാണ് ഇങ്ങനെ കഷ്ടം തന്നെ എന്ന്. ഓക്കെ, അപ്പോൾ അവരുടെ തലയിൽ ഇത് വരുന്നില്ല. ഇനി അടുത്തത്, ഇസ്ലാമിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ജാതികൾ സിനിമക്കാരെ ഭാര്യമാർ ഇതുപോലെ തന്നെ മുസ്ലിം ആണെങ്കിൽ മറക്കാൻ പറഞ്ഞത് മറക്കണം, പറ്റുന്നില്ലെങ്കിൽ സംഘാവ് ആവുക. എങ്ങനെയുണ്ട്? അപ്പോൾ തട്ടമിട്ടില്ല എന്നുണ്ടെങ്കിൽ അമുസ്ലിം ആവുക മാത്രമല്ല നിങ്ങൾ സംഘീയമാകും എന്നതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി അടുത്തത്, ഇതെല്ലാം പറയുന്നത് കാക്കാമാരാണ് കേട്ടോ. ഒന്ന് പറഞ്ഞത് ഷംസുദ്ദീൻ, മറ്റേത് അബൂബക്കർ, ഇപ്പോൾ ഫസൽ. ഇനിയിപ്പോൾ ഇതൊക്കെ സംഖ്യകളാണെന്ന് ഫേക്ക് ഐഡിയ ആണെന്ന് പറഞ്ഞ് വന്നാൽ മതി, ആ വഴിക്ക് നമുക്ക് അങ്ങ് പോവാം. ഇനി ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ക്രിസംഖികളും സംഘികളും ചില കോടതികളും തലമറയ്ക്കൽ മുസ്ലിം സ്ത്രീകളുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാലേക്ക്, ഒരു വശത്ത് ഇവർ പറയും ഇത് ചോയ്സ് ആണെന്ന്, മറ്റൊരു വശത്ത് പറയുന്നു ഇത് എസെൻഷ്യൽ പ്രാക്ടീസാണ്. ഇവർക്കിത് ഈ പറയുന്ന ഒരു വലിയ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട് ഹിജാബിന്, അത് അവർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശക്തിപ്പെടണം എന്നാണ് ഞാൻ പറയാം. ഈ ഒരു ക്രൈസിസ് ഇത് ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇത് പൊട്ടും. ഇത് സംഭവം ആ പൊട്ടുക എന്താണ്? മുസ്ലിം സ്ത്രീകൾ എൻ്റെ ഒരു ഹിജാബ് എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് ദൂരെ എറിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുക. അതാണ് ഉണ്ടാവുക. കാരണം ഇത് ഇടാത്ത ആളുകൾ വർദ്ധിക്കുകയും ഇടുന്ന ആളുകൾ കൂടുതൽ രൂക്ഷമായിട്ട് ഇത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇത് എത്തും. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ അത് ഈ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് ഇത് തുറന്നെതിർക്കാനും ഇതിനെ പച്ചയ്ക്ക് വിളിച്ച് പറയാനും പിന്നെ നമുക്കൊന്നും റോൾ ഉണ്ടാവില്ല. മുസ്ലിം സ്ത്രീകൾ തന്നെ ഇതിനെ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇപ്പോൾ നമ്മളല്ലേ അപ്പിക്കുപ്പായം എന്ന് പറയുന്നുള്ളൂ, മുസ്ലിം സ്ത്രീകൾ അപ്പിക്കുപ്പായം എന്ന് ഇതിനെ വിളിച്ച് നട റോഡിലിട്ട് ഇത് കത്തിക്കുന്ന അവസരത്തിലേക്ക് ഇതെത്തും. ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ എക്സാജറേഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറാനിലേക്ക് നോക്കുക. ഇറാനിൽ നാട്ടുകാർ പാട്ട് വെച്ചിട്ട് തീക്കുട്ടാരം ഉണ്ടാക്കി അതിനകത്തേക്ക് തലേന്ന് ഈ സാധനം ഇട്ട് കത്തിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം. എത്ര വീഡിയോ. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം ഇടാതിരിക്കണം എന്നുള്ളത് അവിടെ ഒരു ആവശ്യമായിട്ട് വരികയും ഇടാതിരിക്കുന്നവർക്ക് ശിക്ഷ ലഭിക്കുന്ന അവസ്ഥയും ഇടുന്നവർ കൂടുതൽ അത് ഇട്ടുകൊണ്ട് നടക്കാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടം വന്നാൽ ഈ സാധനം ഇട്ട് കത്തിക്കുന്ന ഘട്ടത്തിലേക്ക് ഇതെത്തും. ഇതാണ് ഇറാനിൽ സംഭവിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലും വരും. ഇതാണ് സംഭവിക്കുക. അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പറയുന്നു ഇത് അധികം കാലം വേണ്ടി വരില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു കണ്ടീഷൻ എന്താണ് ഇവിടെ? ഈ ഒരു എക്സ്ട്രീം മീൻസിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ അത് ഇവിടുത്തെ മുസ്ലിം സ്ത്രീകൾക്ക് വരില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഏറ്റവും ഒരു മികച്ച ഒരു സംഗതിയായിട്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യം. കാരണം എന്താണ്? ഇവിടുത്തെ മെജോറിറ്റി ഹിന്ദു സ്ത്രീകൾ, മറ്റു മതത്തിലുള്ള ആളുകൾ, അങ്ങനെ ഒരു ഡെമോക്രറ്റൈസ് ചെയ്യുന്ന സെക്യുലർ ആയിട്ടുള്ളൊരു സമൂഹം ആയതുകൊണ്ട് ആ പ്രഷർ തന്നെ മതി. തീക്കുണ്ടം ഇല്ലാതെ തന്നെ ആ പ്രഷർ തന്നെ തീക്കുണ്ടായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു ഫ്രീഡം എടുക്കാനുള്ള ഒരു അവസരമായിട്ട് മാറുകയാണ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇതൊരു സ്വർഗ്ഗമായി മാറുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ഏത് മുസ്ലിം സ്ത്രീക്കും ഞാനിപ്പോൾ പറയുകയാണ്, ഷംലയ്ക്ക് ഇവിടെ ഈ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതുപോലെ ഇന്ത്യയിലായതുകൊണ്ടാണ് ഈ രീതിയിൽ അഭിനയിക്കാൻ കഴിയുന്നത്. ഇതൊരു മറ്റൊരു പ്യുവർ താലിബാനിൽ പോയിട്ട് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അവിടെ ചെയ്താൽ നിങ്ങളുടെ അവസ്ഥ പരിതാപകരമാണ്. ഇപ്പോൾ താലിബാൻ വന്നതിന് ശേഷം അവിടെ നിന്ന് നാട് വിടേണ്ടി വന്ന അവിടുത്തെ ഫുട്ബോൾ ടീം ഇന്നിപ്പോൾ പുറത്ത് പോയിട്ട് കളിക്കുകയാണ് അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ കാണുന്നത്. അവർക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നിട്ട് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. അത് പുറത്ത് പോയിട്ട് അവർ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവർ അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാന് വേണ്ടി കളിക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് ഷംലയ്ക്ക് ഏത് സ്ത്രീക്കും ഇവിടെ പ്രിവിലേജ് ഉണ്ടെന്ന് പറയപ്പെടുന്ന ഏത് മുസ്ലിം സ്ത്രീയും നിങ്ങൾ തട്ടമിടുന്നതും ഇടാതിരിക്കുന്നതും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യയിലായതുകൊണ്ടാണ്. ഇതാണ് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇതൊരു സെക്യുലർ സമൂഹം. ഏത് സെക്യുലർ സമൂഹത്തിൽ ഇത് സാധിക്കും? ഏത് ഡെമോക്രസിയിലും നിങ്ങൾക്ക് ഇത് സാധിക്കും. ഒരു ഇസ്ലാമിക് സമൂഹത്തിൽ ഇത് സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വീടുകളിൽ ഇത് അടിച്ചേൽപ്പിക്കും. ഓരോ വീടും ഒരു തീവ്രവാദ വീടാണ്, ഒരു തീവ്രവാദ കൂട്ടമാണ്, ഒരു തീവ്രവാദ സംഘമാണെന്ന് ഞാൻ പറയുന്നതാണ്. ഓരോ മുസ്ലിം വീടും ഒരു തീവ്രവാദ സംഘം തന്നെ. എൻ്റെ വീടും അങ്ങനെ തന്നെയാണ്, ഒരു സംശയമില്ല. എല്ലാവരും വീട് നിങ്ങൾ സ്വയം എടുത്ത് നോക്കുക. ഒരു ഘട്ടത്തിൽ അത് തീവ്രവാദ സംഘത്തിൻ്റെ സ്വഭാവം കാണിക്കും. ഏത് മുസ്ലിം വീട് നിങ്ങൾ എടുത്ത് നോക്കുക, അതിനകത്ത് ഒരു തരി ഉണ്ടായാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ മുസ്ലിം വീട്ടിലും ഒരു എക്സ് മുസ്ലിം ഉണ്ടായാൽ മതി. ആ തീവ്രവാദ സംഘത്തെ നമുക്ക് പൊളിക്കാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി അടുത്ത കമൻറ്റ്, ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒരു തട്ടം വാങ്ങാൻ ഗതിയില്ലാത്ത പാവപ്പെട്ട ദീനി കുടുംബം. ഇതാണ് ഷൗക്കത്തിനോട് പറയുന്നത്. അടുത്തത്, ഓരോ തട്ടം വാങ്ങിക്കൊടുത്തൂടെ എന്ന് ചോദിക്കുന്ന ഈ ഒരു ചോദ്യം, ഇതാണ് ഞാൻ പറയുന്നത്. ഇത്
ഒരു വശത്ത് വരുന്നത് ഇത് മതത്തിൻ്റെ വസ്ത്രമാണ്, മതചിഹ്നമാണ് എന്ന ആ കൃത്യമായ അടിസ്ഥാനം ഇത് എസെൻഷ്യൽ പ്രാക്ടീസ് ആണെന്നുള്ള ഇസ്ലാമിൻ്റെ വശം തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്കത് കോടതിയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. സ്ഥാപിച്ചാൽ കോടതി എടുത്ത് ദൂരെ കളയും. കാരണം എന്താണ്, അങ്ങനെ ഒരു സാധനം സ്ത്രീകൾക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഇതാണ് അവിടെ സംഭവിക്കുക. പിന്നെ ഇനി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിഫോമിൻ്റെ ഭാഗമാക്കാനും കഴിയില്ല. അത് എസെൻഷ്യൽ അല്ലല്ലോ. ഇഷ്ടമുള്ളവർ ഇട്ടോട്ടെ, ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. അപ്പോൾ പിന്നെ യൂണിഫോമിൽ അതില്ലെങ്കിൽ പിന്നെ അത് ഇടാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ പോയാലും അവർക്ക് പ്രശ്നം. അപ്പോൾ എന്തായാലും ഈ ഷ്രോഡിഞ്ചേഴ്സ് ഹിജാബ് എന്ന് പറയുന്നൊരു വിഷയം ഒരേ സമയം മതം ചിഹ്നമായും മറ്റൊരു സമയം ഒരേ സമയം ഹിജാബ് എന്ന് പറയുന്നത് മതചിഹ്നമായിട്ടും വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടും നിലനിൽക്കുന്ന ഒരു പ്രത്യേക നിലനിൽപ്പ്, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതാണ് അതിൽ ഒരു അവസാന ചിത്രം എന്ന് പറയുന്നത്. ഇനി എന്താ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുന്നേ? അപ്പോൾ ഏതായാലും നമ്മൾ ഒരിക്കൽ കൂടി നമ്മളുടെ ഫെമിനിച്ചി പാത്തൂല് ഈ ഒരു അവാർഡിന് അർഹയായ ഈ ഒരു നടിക്ക് ഒരു കയ്യടിയും കൂടി കൊടുത്തിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇത് മുസ്ലിം സ്ത്രീകൾക്കൊരു വലിയ അവസരമായിട്ട് മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.